ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അക്വസ്റ്റിക്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1ൻ്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ട് 2വിനകത്ത് ഞാനന്ന് പറഞ്ഞായിരുന്നു, പാർട്ട് 1 നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പാർട്ട് 2വിൽ നമ്മൾ റിവർബ്രേഷൻ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ബെസ്റ്റ് ഫോർ റെഡ്യൂസിങ് റിവർബ്രേഷൻ ടൈം. റിവർബ്രേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? കാർപ്പറ്റ് ആണ് അല്ലേ? കാരണം എന്താ? ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് ദാറ്റ് അബ്സോർബ് സൗണ്ട് റാദർ ദാൻ റിഫ്ലക്റ്റിംഗ് ആർ ബെസ്റ്റ് ഫോർ റെഡ്യൂസിങ് റിവർബ്രേഷൻ ടൈം. നമുക്ക് സൗണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കും കുറച്ചും കൂടി റിവർബ്രേഷൻ ടൈം കുറയ്ക്കാൻ സ്യൂട്ടബിൾ റാദർ ദാൻ റിഫ്ലക്റ്റിംഗ്. അപ്പോൾ ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്ലാസ്, കോൺക്രീറ്റ്, കാർപ്പറ്റ്, മെറ്റൽ. ഇതിൽ സൗണ്ട് അബ്സോർബിംഗ് പ്രോപ്പർട്ടി നന്നായിട്ടുള്ളത് ആർക്കാണ്? കാർപ്പറ്റ് ആണ്. അതുകൊണ്ട് ഇതായിരിക്കും സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ റെഡ്യൂസിങ് റിവർബ്രേഷൻ ടൈം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ റിവർബ്രേഷൻ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, അൾട്രാസോണിക്, ഓൾ ഫ്രീക്വൻസീസ് ഈക്വലി. നമ്മൾ റിവർബ്രേഷൻ ടൈമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. റിവർബ്രേഷൻ ടൈം എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് അല്ല അല്ലേ? ഒരുപാട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റൂമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ റൂമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ചിട്ട് ഈ റിവർബ്രേഷൻ ടൈമിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം എങ്ങനെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് സൗണ്ട് വേവ് ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ, ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സൗണ്ട് വേവ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബൈ ചേഞ്ചിങ് റിവർബ്രേഷൻ ടൈം. ഇതിന്റെ ഉത്തരം എന്താ? ഇതിന്റെ ഉത്തരം ഹൈ ഫ്രീക്വൻസി വേവ്സ് ആയിരിക്കും. കാരണം എന്താ? ഹൈ ഫ്രീക്വൻസി വേവ്സ് ആയിരിക്കും റെഡ്ലി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് ലോ ഫ്രീക്വൻസീസിനെ കാട്ടിലും. അപ്പം മോസ്റ്റ് ചേഞ്ച് സംഭവിക്കുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സിനായിരിക്കും ലോ ഫ്രീക്വൻസിനെ കാട്ടിലും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ റിവർബ്രേഷൻ ടൈം അതിൻ്റെ ഡിപ്പെൻഡൻസ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ആണ്? നോട്ട് എ മെത്തേഡ് ടു കൺട്രോൾ എക്സസീവ് റിവർബ്രേഷൻ ഇൻ എ റൂം. എക്സസീവ് റിവർബ്രേഷൻ ഇൻ റൂം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മെത്തേഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാ? ആഡിങ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ, ഇൻക്രീസിംഗ് ദ റൂം വോളിയം, യൂസിംഗ് ഡിഫ്യൂസേഴ്സ് ടു സ്കാറ്റർ സൗണ്ട്, ഇൻസ്റ്റാളിംഗ് കാർപ്പറ്റ്സ് ആൻഡ് കർട്ടൻസ്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഏതായിരിക്കും? ഇൻക്രീസിങ് ദ റൂം വോളിയം. ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് റിവർബ്രേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ ആയാലും ഡിഫ്യൂസേഴ്സ് ആയാലും കാർപ്പറ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ റൂമിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇൻക്രീസിങ് ദ റൂം വോളിയം ആണ് കറക്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഈസ് എ ലോങ്ങർ റിവർബ്രേഷൻ ടൈം അല്ലെ? റിവർബ്രേഷൻ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് അല്ലേ, സൗണ്ടിന്റെ പെർസിസ്റ്റൻസ് അല്ലേ? അപ്പം ലോങ്ങർ റിവർബ്രേഷൻ ടൈം ഡിസേറബിൾ ആവുന്നത് ഈ പറയുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിലാണ്? ക്ലാസ് റൂം, മ്യൂസിക് കൺസേർട്ട് ഹാൾ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ലെക്ചർ തിയേറ്റർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മ്യൂസിക്കും സ്പീച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമുക്ക് എപ്പോഴും ലോങ്ങർ ആയിട്ടുള്ള ഒരു റിവർബ്രേഷൻ ടൈം വേണ്ടത് ഈ മ്യൂസിക്കിനോട് ബന്ധപ്പെട്ടതായിരിക്കും. സോ ദാറ്റ് അവിടെ എന്താ പെർസിസ്റ്റൻസ് നിൽക്കും, നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടും. പക്ഷേ നമുക്കൊരു ക്ലിയർ സ്പീച്ച് വേണ്ടടുത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ് റൂം പോലെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്പീച്ച് വേണ്ടടുത്ത് നമുക്ക് എന്ത് മതി? ഷോർട്ട് റിവർബ്രേഷൻ ടൈം മതി. അപ്പം നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിക്കാണുമല്ലോ. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താ? മ്യൂസിക് കൺസേർട്ട് ഹാൾ ആണ്. കാരണം അവിടെയാണ് മ്യൂസിക്കിൻ്റെ കേസസിലാണ് നമുക്ക് എപ്പോഴും ലോങ് റിവർബ്രേഷൻ കിട്ടുന്നത്. സോ ദാറ്റ് നമുക്ക് ആ ഒരു ഡെപ്ത് ഓഫ് സൗണ്ട്, പിന്നെ ആ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ഉള്ളൊരു രീതി അപ്രോച്ച് നോക്കുന്നത്. ഓക്കെ.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്, എളുപ്പമാണ്. ഞാനത് ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. If a room has a volume of 200 meter cube and a total absorption of 40 meter cube, then the reverberation time is. അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. റിവർബറേഷൻ ടൈമിന്റെ ഇക്വേഷൻ ആണ് 0.165 വി ബൈ എ എന്ന് പറയാം. ഇവിടെ വി എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് നമ്മുടെ വോളിയം ആണ്, ആൻഡ് എ എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ ആണ്, ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ വി എന്ന് പറയുന്നത് 200 മീറ്റർ ക്യൂബും വി എന്ന് കറക്റ്റ്, വി എന്ന് പറയുന്നത് 200 മീറ്റർ ക്യൂബും എ എന്ന് പറയുന്നത് 40 മീറ്റർ ക്യൂബും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0.8 സംതിങ് എന്നാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന് റിവർബറേഷൻ ടൈമിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. റിവർബറേഷൻ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ അതിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി നമ്മളിപ്പോൾ അതും ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നോക്കി വെക്കുക. ഓക്കെ. If the reverberation time, at the question, if the reverberation time of a hole is reduced by adding absorbing materials, this will primarily എന്ത് സംഭവിക്കും? നമ്മളിപ്പം റിവർബറേഷൻ ടൈം ഓഫ് എ ഹോള് കുറച്ചു, അബ്സോർബിങ് മെറ്റീരിയൽസ് വെച്ചിട്ട് റിവർബറേഷൻ ടൈം ഓഫ് എ ഹോള് റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന് കാരണമാക്കും? ദിസ് വിൽ പ്രൈമർലി ലീഡ്സ് ടു വാട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇൻക്രീസ് ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്, എലിമിനേറ്റ് എക്കോസ് ആൻഡ് ഇംപ്രൂവ് സ്പീച്ച്, increase the frequency of sound wave, increase reverberation. എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. എലിമിനേറ്റ് എക്കോ ആൻഡ് ഇംപ്രൂവ് സ്പീച്ച് ആണ് അല്ലെ? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വെൻ ദ റിവർബറേഷൻ ടൈം ഓഫ് എ ഹോൾ ഈസ് റെഡ്യൂസ്ഡ് ബൈ ആഡിങ് അബ്സോർബിങ് മെറ്റീരിയൽസ്, നമ്മൾ അബ്സോർബിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് റിവർബറേഷൻ ടൈം കുറയ്ക്കുകയാണ് ഒരു ഹോളിന്റെ എങ്കിൽ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാ? എക്കോ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് സൗണ്ട് അബ്സോർബ് ചെയ്യുക റാദർ ദാൻ റിഫ്ലക്റ്റിംഗ് മൾട്ടിപ്പിൾ എക്കോസ് റെഡ്യൂസ് ആവും. പിന്നെ അടുത്തത് എന്താ? സ്പീച്ച് ഇംപ്രൂവ് ആവും. ആസ് എക്സസീവ് റിഫ്ലക്ഷൻ ദാറ്റ് ഓവർലാപ്പ് and blur words are minimized, making speech cleared and easier to understand. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കുക, നമുക്ക് കിട്ടും. വേണ്ട, എക്സ്പ്ലനേഷൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പം എലിമിനേറ്റ് എക്കോസ് ആൻഡ് ഇംപ്രൂവ് സ്പീച്ച്. കാരണം റിവർബറേഷൻ ടൈം കൂടുന്നതിനനുസരിച്ച് സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുകയും സ്പീച്ച് നമുക്ക് എന്താ പറയാ അത്ര സ്പീച്ചിന്റെ കേസിൽ നമ്മൾ മ്യൂസിക്കും സ്പീച്ചും തമ്മിൽ പറഞ്ഞു, സ്പീച്ചിന്റെ കേസിൽ വേർഡ്സ് ബ്ലർ ആവാനും ക്ലിയർ ആവാതിരിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട് വേർഡ്സ്. പക്ഷെ ഇവിടെ നമ്മൾ റിവർബറേഷൻ ടൈം കുറയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള സ്പീച്ച് നമുക്ക് കിട്ടും. എക്കോകൾ നമുക്ക് ആ ഒരു പെർസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റും അവോയ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ. ഇതും ഇപ്പൊ നമുക്ക് എക്കോയും റിവർബറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. എക്കോ ഈസ് ഡിഫറെന്റ് ഫ്രം റിവർബറേഷൻ ബിക്കോസ് എക്കോയും റിവർബറേഷനും ഡിഫറെന്റ് ആണ്. എന്താണ് ആ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കോ ഇൻവോൾവ്സ് സൗണ്ട് റിഫ്ലക്ഷൻ മൾട്ടിപ്പിൾ ടൈംസ് while reverberation involves a single reflection. Echo occurs when the reflecting surface is far away while reverberation occurs within smaller space. Echo is continuous whereas reverberation stops abruptly. Reverberation happens outdoor while echo happens indoor. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ചിന്തിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. എന്താ ഇതിന്റെ ഉത്തരം? എക്കോ occurs when the reflecting surface is far away while reverberation occurs within the smaller space. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്വിസ്റ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്കോ ഉണ്ടാവാനുണ്ട് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? 17 മീറ്റർ ആണ് അല്ലെ, മിനിമം ഡിസ്റ്റൻസ്. അപ്പം എക്കോ ഉണ്ടാവുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ്, നമ്മുടെ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഒരു ഫാർ അവേ ഡിസ്റ്റൻസും, വൈലാസ് റിവർബറേഷൻ ഉണ്ടാവുന്നത് വിതിൻ എ സ്മോളർ സ്പേസസിലൊക്കെ ആയിരിക്കും കേട്ടോ. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡെഫിനേഷനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് വായിച്ചു നോക്കാം. എക്കോയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്, രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കാൻ. എക്കോ occurs when the sound reflect off a distant surface, creating a distinct repetition of original sound. The time delay is typically greater than 50 milliseconds,
while is noticeable as a separate sound അല്ലേ, ഒരു ടൈം ഡിലേ ഉണ്ട്, നമുക്കൊരു സെപ്പറേറ്റ് സൗണ്ട് ആയിട്ടായിരിക്കും എക്കോ ഫീൽ ചെയ്യുന്നത് ആണല്ലോ. This usually happens when the reflecting surface is more than 17 meters away from the listener. അപ്പം ഒരു സോഴ്സും ലിസണറും തമ്മിൽ മിനിമം 17 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഗ്യാപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ എക്കോ ഉണ്ടാവത്തുള്ളൂ. അതിൽ കൂടുതലാണെങ്കിലും ഓക്കെ. അപ്പോൾ ഒരു ലാർജർ ഡിസ്റ്റൻസിലാണ് നമുക്ക് എക്കോ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടല്ല, നമുക്കതൊരു എന്താ പറയുന്ന ഒരു സെപ്പറേറ്റ് സൗണ്ട് ആയിട്ടായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇനി റിവർബറേഷൻ ആണെങ്കിൽ യൂഷ്വലി ഒക്കർ ചെയ്യുന്നത് സ്മോളർ സ്പേസിലായിരിക്കും, where sound reflect a multiple time of the surface that are close together. This reflection blend with the original sound due to shorter time delay, less than 50 milliseconds, creating a continuous sustained effect rather than a distant repetition. അപ്പോൾ അതാണ് ഡിഫറൻസ് കേട്ടോ. ഇവിടെ ടൈം ഡിലേ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഒറിജിനൽ സൗണ്ടുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ എന്താ ചെയ്യുക, മർജ് ചെയ്തിട്ട് വരുന്നത് പോലെ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റന്റ് അല്ലെങ്കിൽ എക്കോ പോലെ നമ്മളിപ്പോൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് കേൾക്കുമല്ല ചെയ്യുന്നത്, നമുക്കിങ്ങനെ മർജ് ചെയ്തിട്ടായിരിക്കും കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേർഡ്സ് ഒന്നും ക്ലിയർ ആവാൻ പറ്റാത്തത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. എക്കോയുടെ കേസിൽ ടൈമിൻ്റെത് 50 millisecondsനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും, റിവർബറേഷൻ്റെ ഇതിൽ ലെസ് ദാൻ 50 milliseconds ആയിരിക്കും. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. Next question. If a room walls are covered with materials having high absorption coefficient, the reverberation time will be. ഇത് ഓൾറെഡി നമ്മൾ റിവർബറേഷൻ മറ്റേ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തതിനകത്ത് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഉത്തരം പെട്ടെന്ന് പറയാം. എന്തായിരിക്കും? റിവർബറേഷൻ ടൈമും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പം അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കൂടിയാൽ റിവർബറേഷൻ ടൈം കുറയും. തിരിച്ചാണെങ്കിലോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കുറഞ്ഞാൽ റിവർബറേഷൻ ടൈം കൂടും. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താ പറ്റും? റിവർബറേഷൻ ടൈമിന് ഡിക്രീസസ് അല്ലേ, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു വോളിയം V/A എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പിന്നീട് ശേഷമാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Why are curtains and carpet used in cinema halls? സിനിമ ഹാളുകളിൽ നമ്മൾ എന്തുകൊണ്ടാണ് കർട്ടൻസും കാർപ്പറ്റ്സും യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ടു റിഫ്ലക്ട് സൗണ്ട് വേവ് എഫക്റ്റീവ്ലി, to absorb sound and reduce reverberation time, to enhance the aesthetic appeal, to amplify sound. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എന്തിനായിരിക്കും? ടു അബ്സോർബ് സൗണ്ട് ആൻഡ് റെഡ്യൂസ് റിവർബറേഷൻ ആണ് അല്ലേ. കാരണം എന്താ, നമുക്ക് അതും ഈ പറയുന്നത് പോലെ തന്നെ സ്പീച്ച് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സൗണ്ട് എന്താ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. മർജ് ചെയ്യുമ്പോൾ സൗണ്ടുകൾ മർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീച്ച് പ്രോപ്പർ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് വെച്ചിട്ട് റിവർബറേഷൻ ടൈം കുറയ്ക്കുക കേട്ടോ. അപ്പോൾ കാർപ്പറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കാർപ്പറ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കാർപ്പറ്റ് ഒരു സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. അപ്പം കർട്ടൻസും കാർപ്പറ്റ്സും ഒക്കെ സിനിമ ഹാളിൽ യൂസ് ചെയ്യുമ്പോഴത്തേന് സൗണ്ട് അബ്സോർബ് ചെയ്യുന്നു. ആ വഴി നമ്മൾ എന്ത് ചെയ്യും? റിവർബറേഷൻ ടൈം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ. The speed of sound in air affect reverberation time because it changes. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം. The room volume, the absorption coefficient, the time taken for sound wave to reflect and dissipate, none of this. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? ഇവിടെ നമുക്കൊരു റിലേഷൻ ഉണ്ട്. The time taken for sound wave to reflect and dissipate ആണ്. അത് ഞാൻ പറയാം എന്താ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റൻസും ടൈമും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണെന്നറിയാമോ? റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് എന്തുമായിട്ട്? സൗണ്ട് ഇങ്ങനെ തട്ടിയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പം നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? സ്പീഡ് ഓഫ് സൗണ്ട് അല്ലെ, എയറിലുള്ള സ്പീഡിന്റെ സൗണ്ടിന്റെ സ്പീഡുമായിട്ട് ഭയങ്കരമായിട്ടൊരു റിലേഷൻ ഉണ്ട് റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പോകുന്ന ഹൈ സ്പീഡ് ഉള്ള ഒരു സൗണ്ട് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? പോകും, തട്ടും, പെട്ടെന്ന് റിവർബറേറ്റ്, തട്ടി തിരിച്ചു വരുന്നു, റിവർബറേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഹയർ സ്പീഡ് ഓഫ് സൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷോർട്ടർ റിവർബറേഷൻ ടൈം ആണെന്ന് പറയാം.
ലോവർ സ്പീഡ് ഓഫ് സൗണ്ട് ആണെങ്കിലോ സൗണ്ടിന്റെ സ്പീഡ് ആ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലോങ്ങർ റിവർബ്രേഷൻ ടൈം. ചെറുപ്പത്തിക്ക പോകുമ്പം തട്ടി തിരിച്ചു വരാൻ സമയമെടുക്കും, അപ്പം ലോങ്ങർ റിവർബ്രേഷൻ ടൈം എടുക്കും. അതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ അത് ഓർക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അഫക്ട്സ് റിവർബ്രേഷൻ ടൈം ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ദ ടൈം ടേക്കൺ ഫോർ സൗണ്ട് വേവ് ടു റിഫ്ലക്ട്, അല്ലെ? തട്ടി തിരിച്ചു വരാനുള്ള സമയം അത് റിവർബ്രേഷനെ അഫക്ട് ചെയ്യും. അതാണ് ഉത്തരം. ഇതിപ്പം നമുക്ക് ഈസി ആയിട്ട് പറയാം. നമ്മളിപ്പോ പറഞ്ഞ അതേ റിലേഷൻ വെച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻക്രീസസ് വിത്ത്. അപ്പൊ സൗണ്ടിന്റെ സ്പീഡ് എയറിൽ ഇൻക്രീസ് ചെയ്യുന്നു വിത്ത്, നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡിക്രീസിങ് ടെമ്പറേച്ചർ, ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ഇൻക്രീസിങ് റിവർബ്രേഷൻ ടൈം, ഡിക്രീസിങ് റൂം വോളിയം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്സിലാണ്, പിന്നെ ലിക്വിഡ്സിലാണ്. എയറിലാണ് സൗണ്ട് പൊതുവെ സ്പീഡ് കുറഞ്ഞു പോകുന്നത്. പക്ഷേ സ്പീഡും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, നമ്മുടെ മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് സൗണ്ടിനും ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് എ സൗണ്ട് ഇൻ എയർ ഇൻക്രീസസ്. എയറിലാണ് സ്പീഡ് കുറഞ്ഞു പോകുന്നത്, പക്ഷേ ആ ഒരു മീഡിയം, ആ ഒരു എയറിന്റെ മീഡിയത്തിന്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡിനും ചേഞ്ച് സംഭവിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ഏത് മീഡിയം ആണെങ്കിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദാറ്റ് മീഡിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ള റിലേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Sabine formula assumes that sound energy. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്, അല്ലെ? സബൈൻ ഫോർമുല എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ നോക്കുക, കാരണം ഇനി അങ്ങോട്ടുള്ള ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് സബൈൻ ഫോർമുലാസ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇതിന്റെ ആൻസർ വരിക ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റൂം ആണ്. കാരണം എന്താ, സബൈൻ ഫോർമുല പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, the formula assumes that sound energy is uniformly distributed throughout the room, meaning that the sound reflect and spread evenly in all directions. Sound ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ ഈക്വലി ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോംലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും അത് സ്പ്രെഡ് ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കും എല്ലാ ഡയറക്ഷൻസിലും എന്നുള്ളത് നമ്മൾ സബൈൻ ഫോർമുലയുടെ പഠിക്കുന്ന സമയങ്ങളിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ സബൈൻ ഫോർമുല അസ്യൂംസ് ദാറ്റ് ദ സൗണ്ട് എനർജി ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റൂം. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, if the absorption area of a room is doubled, the reverberation time will. ഇത് നമുക്കൊന്ന് നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. നമ്മൾ ഓൾറെഡി മറ്റേ ടി ഇസ് ഈക്വൽ ടു വി ബൈ എ പറഞ്ഞ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ബൈ എ ഇല്ലേ, ആ ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അബ്സോർപ്ഷൻ ഏരിയ ഡബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിവർബ്രേഷൻ ടൈം എന്ത് ചെയ്യും? നമുക്കറിയാം ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം. അപ്പൊ എന്താ ഉത്തരം വരിക? ഡിക്രീസസ് ബൈ 2 ടൈംസ് ആയിരിക്കും, അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഇത് ഡബിൾ ആവുകയാണെങ്കിൽ മറ്റേത് ഡബിൾ ആയിട്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റൂം ഈസ്, ഇത് ഏരിയ ആണ്, ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, അത് നോക്കിക്കോണം. ഏരിയ ഓഫ് എ റൂം ഈസ് 400 മീറ്റർ സ്ക്വയർ ആൻഡ് ദ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഈസ് 0.3, then the ടോട്ടൽ അബ്സോർപ്ഷൻ ഏരിയ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്കറിയാം, എ ഇസ് ഈക്വൽ ടു ആൽഫ എസ് എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ സർഫസ് ഏരിയയും ആൽഫ എന്ന് പറയുന്നത് എന്താ, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റുമാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. എന്ത് കിട്ടും? 0.3 ഇൻറ്റു 400 എന്ന് പറഞ്ഞാൽ എന്താ, 120 മീറ്റർ സ്ക്വയർ സബൈൻ എന്നായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക കേട്ടോ.
Next question. If a hole has a reverberation time that is too long, this indicate. ഇപ്പോൾ ഒരു ഹോള് അതിന്റെ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ് എങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇൻസഫിഷ്യന്റ് അബ്സോർപ്ഷൻ, എക്സസീവ് അബ്സോർപ്ഷൻ, യൂണിഫോം സൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ഷോർട്ട് സൗണ്ട് റിഫ്ലക്ഷൻസ്. എന്തായിരിക്കും ഉത്തരം? ഇൻസഫിഷ്യന്റ് അബ്സോർപ്ഷൻ ആയിരിക്കും. അപ്പം ഇത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടും. റിവർബറേഷൻ ടൈമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ ടൈം ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. റിവർബറേഷൻ ടൈം ഇസ് ടു ലോങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? സൗണ്ട് പെർസിസ്റ്റ് ചെയ്യും ഒരുപാട് നേരം അല്ലെ, ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈമിൽ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഹാപ്പൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ റിവർബറേഷൻ ടൈം ടു ലോങ് ആവാനുള്ള കാരണം എന്താ? സൗണ്ട് നമ്മൾ പറഞ്ഞു അവിടെ ഒരുപാട് നേരം പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ടോട്ടൽ ഏരിയ, ചിലപ്പോൾ നമ്മുടെ ടോട്ടൽ അബ്സോർപ്ഷൻ ഏരിയ വളരെ കുഞ്ഞൊരു സ്പേസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ റിവർബറേഷൻ ടൈം ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് നേരം സൗണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇൻസഫിഷ്യന്റ് അബ്സോർപ്ഷൻ ആണ് കേട്ടോ. സഫിഷ്യന്റ് ആയിട്ട് നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നില്ല, ഹാളുകളൊന്നും, ഏരിയ കുറവാണ്, അബ്സോർപ്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഒരുപാട് നേരം പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അതാണ് ഇതിന്റെ ഉത്തരം. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പം റിവർബറേഷൻ ടൈമും കോഎഫിഷ്യന്റും തമ്മിലുള്ള ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയി കാണും. ടി ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ബൈ എ എന്നുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ദ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് എ റൂം ഈസ് റെഡ്യൂസ്ഡ് ഫ്രം 0.5 ആയിരുന്നു ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, അത് റെഡ്യൂസ് ചെയ്ത് 0.2 ആയി. അങ്ങനെയാണെങ്കിൽ റിവർബറേഷൻ ടൈമിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കുറയുവാണെങ്കിൽ റിവർബറേഷൻ ടൈം കൂടുക, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി ആണ്. അപ്പൊ നമുക്കതൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ 0.5 നിന്നും 0.2 എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ? അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കുറയുവാണെന്ന്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റിവർബറേഷൻ ടൈം കൂടുമെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reverberation time of a room is defined as. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നല്ല, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിവർബറേഷൻ ടൈം ഓഫ് എ റൂമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? The time taken for sound intensity to drop by 60 decibel ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഓർത്തോണം, ഈ 60 decibel എപ്പോഴും നമ്മൾ കരുതി വെച്ചിരിക്കണം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? The time taken for sound to travel across the room അല്ല, time taken for sound intensity to drop by 10 decibel അല്ല, time taken for sound to stop reflecting അതെന്തായാലും അല്ല. അപ്പൊ എന്താ? ടൈം ടേക്കൺ ഫോർ സൗണ്ട് ഇന്റൻസിറ്റി ടു ഡ്രോപ്പ് ബൈ 60 ഡെസിബിൾ ഓർത്തിരുന്നോണം കേട്ടോ. റിവർബറേഷൻ ടൈമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ, 60 ഡെസിബിൾ എന്നുള്ളത് ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് റിവർബറേഷൻ ടൈം? നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ റിവർബറേഷൻ ടൈമിനെ അഫക്ട് ചെയ്യും. അന്നേരം ഞാൻ പറഞ്ഞു നമ്മുടെ മെറ്റീരിയൽസ്, അബ്സോർബിങ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു, റൂമിന്റെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ, സൈസ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനിയും ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ് നമ്മൾ പറഞ്ഞല്ലോ, എന്താ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റിവർബറേഷൻ ടൈം. നമ്മൾക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതല്ലേ. അപ്പൊ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് ആണ്. അത് നോക്കിക്കോണം കേട്ടോ, നമ്മൾ ആദ്യം ഓൾറെഡി ആ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത്. ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി വേവ് ആണെങ്കിൽ റിവർബറേഷൻ ടൈം ഈസ് സംതിങ് എൽസ്, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ റിവർബറേഷൻ ടൈം ഈസ് സംതിങ് എൽസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി സൗണ്ടിനാണ് കൂടുതൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അത് നോക്കണം. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റിവർബറേഷൻ ടൈമിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദി അബോവ് ആണ്.
In a Sabine formula, what does V represent? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സബൈൻ ഫോർമുലയിൽ V എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തിനെയാ? വോളിയം ഓഫ് ദി റൂം ആണ്. നമുക്കറിയാം അല്ലേ, വോളിയം ഓഫ് ദ റൂമിനെയാണ്, വോളിയം ഓഫ് ദ സോഴ്സ് അല്ല, വെലോസിറ്റി ഓഫ് ദ സൗണ്ടിന് എയർ തീരെയല്ല, വാക്വം ഒന്നുമല്ല, വോളിയം ഓഫ് ദി റൂം ആണ്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് റിവർബ്രേഷൻ ടൈം ഈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഇപ്പം നമുക്ക് റിവർബ്രേഷൻ ടൈമിന്റെ യൂണിറ്റും കിട്ടിയല്ലോ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു റിവർബ്രേഷൻ ടൈമിന്റെ യൂണിറ്റ്? സെക്കൻഡ്സ് ആണ് കേട്ടോ. റിവർബ്രേഷൻ ടൈം ഈസ് ടിപ്പിക്കലി ലോങ്ങർ ഇൻ. അത് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിടത്തൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന താഴെ പറയുന്നതിൽ എവിടെയാണ് റിവർബ്രേഷൻ ടൈം ടിപ്പിക്കലി ലോങ്ങർ ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്മോൾ റൂം വിത്ത് ഹാർഡ് സർഫസ്, large holes with the sound absorbing material, small room with the soft furnishings, large empty holes with the hard surface. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസ്. എന്തായിരിക്കും? ലാർജ് എംറ്റി ഹോൾസ് വിത്ത് ഹാർഡ് സർഫസ് ആണ് അല്ലേ. കാരണം എന്താ? അബ്സോർബിങ് മെറ്റീരിയൽ ഇല്ല, എംറ്റി ഹോളാണ്, ലാർജ് ഹോളാണ് അല്ലേ. അപ്പം തട്ടുന്നു, അത്രയും സമയം എടുക്കുന്നു തട്ടിയ തിരിച്ചു വരാൻ. അപ്പോൾ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ഹാർഡ് സർഫസ് ആണ് അല്ലേ. അപ്പം തട്ടുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു എഫക്റ്റ് കൂടുതലായിരിക്കും. പിന്നെ എംറ്റി ഹോളാന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അബ്സോർബിങ് മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഏരിയയിലായിരിക്കും നമുക്ക് റിവർബ്രേഷൻ ടൈം. ഇപ്പോൾ സ്മോൾ റൂം വിത്ത് ഹാർഡ് സർഫസിനെ കാട്ടിലും ലാർജ് എംറ്റി ഹോൾസ് വിത്ത് ഹാർഡ് സർഫസിലായിരിക്കും റിവർബ്രേഷൻ ടൈം ടിപ്പിക്കലി ലോങ്ങർ ആവുന്നത്. അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പറ്റില്ല, അപ്പോൾ ലാർജ് ഹോൾസ് വിത്ത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ റോങ് ആണ്. സ്മോൾ റൂം വിത്ത് സോഫ്റ്റ് ഫർണിഷിങ്സ് ഉണ്ട്, അപ്പോൾ അതും തെറ്റാണ്. ലാർജ് എംറ്റി ഹോൾസ് വിത്ത് ഹാർഡ് സർഫസ് ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അക്വസ്റ്റിക്സിനകത്ത് അവിടെയും നമ്മളൊരു 20 പാർട്ട് 1 ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക്സ് ക്ലിയർ ആക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ അക്വസ്റ്റൈസ് നിങ്ങൾ നോക്കി വെക്കുക. സബൈൻ ഫോർമുല, ഇപ്പം ഞാൻ പറഞ്ഞ റിവർബ്രേഷൻ ടൈം കോഎഫിഷ്യന്റ്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും കൺസെപ്റ്റുകളും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.